സ്നേഹാദരവുകൾ നിറഞ്ഞ ബഹുമാന്യരായ ഉസ്താദവറുകൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ അടക്കമുള്ള യുവജന സംഘത്തിന്റെ പ്രവർത്തകർ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. പുണ്യ റമളാൻ അനുകൂലമായി സാക്ഷി പറയാനുള്ള മഹാഭാഗ്യം കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമളാനിന്റെ കാരുണ്യത്തിന്റെ പത്തിൽ അള്ളാഹുവിനെ ബോധ്യപ്പെടുക എന്ന ഒരു ദൗത്യമാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലൂടെ ലക്ഷ്യമാക്കപ്പെടുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട്, റജബ് മാസം വരുമ്പോൾ ഒരുങ്ങുന്ന ആൾക്ക് റമളാൻ കിട്ടുമെന്ന്. അതായത് റജബും ശഅബാനും ആത്മീയമായ ഒരുക്കങ്ങൾ നടത്തുക വഴി 60 ദിവസത്തിന്റെ തയ്യാറെടുപ്പ് കൊണ്ട് 30 ദിവസത്തെ കരഗതമാക്കുന്ന വലിയ പ്രക്രിയാധിഷ്ഠിതമായ ഒരു പാഠശാലയായി മാനുഷിക സംസ്കരണത്തിന്റെയും വിശ്വമാനവികതയുടെ മൂല്യങ്ങളുടെയും 30 നാളുകളെ നാം വീണ്ടെടുക്കുമ്പോൾ സഹാനുഭൂതിയുടെയും ആത്മീയ നിർവൃതിയുടെയും ദിനങ്ങളായി റമളാൻ നമുക്ക് പെയ്തിറങ്ങുമ്പോൾ ലൈലത്തുൽ ഖദറിന്റെ അനുഗ്രഹ അനുഭൂതിയിലേക്ക് നമ്മൾ ലയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആദ്യം ബോധ്യപ്പെടേണ്ടത് എന്തോ അതിനെയാണ് ആദ്യത്തെ 10 ദിവസം വിളംബരം ചെയ്തിട്ടുള്ളത്. ആദ്യം ബോധ്യപ്പെടേണ്ടത് അള്ളാഹുവിന്റെ കാരുണ്യത്തെയാണ്. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ സങ്കല്പിക്കാറുണ്ട്. അള്ളാഹിനെ കുറിച്ച് സാധാരണ നമുക്ക് ഒരാവശ്യം വരുമ്പോ നമ്മൾ പറയാറുണ്ടല്ലോ, എന്റെ റബ്ബ് എന്നെ കൈവിടൂല. റബ്ബിനെ കുറിച്ചുള്ള നല്ലൊരു സങ്കല്പമാണിത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നതായി കാണാം, തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്, അല്ലാഹുവിന്റെ സ്വഭാവത്തെ നിങ്ങളുടെ സ്വഭാവമാക്കണേ. അല്ലാഹുവിന്റെ സ്വഭാവത്തെ സ്വഭാവമാക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് നിരവധി സ്വഭാവങ്ങളുണ്ട്. പക്ഷെ ഒരു സൃഷ്ടിക്ക് അനുകരിക്കാൻ ഏറ്റവും അനുയോജ്യവും ഏറ്റവും ആവശ്യവുമായ ഒരു സ്വഭാവം കരുണയാണ്. പരിശുദ്ധ ഖുർആൻ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അള്ളാഹുവിനെ പല നിലക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഖബീറും ബിമാ തഅമലൂൻ, അള്ളാഹുവാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഗഫൂറാണ്, ഗഫാറാണ്, റഹീമാണ്, റഊഫാണ്, ദുൻതിഖാമാണ്, ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവൻ, അവൻ അടച്ച് ഭരിക്കുന്നവൻ, അവൻ എല്ലാത്തിന്റെയും അധിപൻ, പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തിന്റെ ഉടമ. അള്ളാഹുവിനെ കുറിച്ച് നിരവധി വിശേഷണങ്ങൾ കൊണ്ട് സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ഖുർആനിന്റെ പ്രയോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹ് അവതരിപ്പിച്ചിട്ടുള്ളത് അള്ളാഹ് കരുണയുള്ളവനാണ് എന്ന്. നമ്മെ അള്ളാഹ് വിടില്ല. പാപഭംഗിലമായ ജീവിതം കൊണ്ട് റജബ് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയത് ഒരുക്കങ്ങൾ ഉണ്ടായില്ല. റമളാന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ റജബിൽ കിട്ടിയിട്ടില്ല. ശഅബാനിലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ടു. വിഷമിക്കേണ്ട, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മാസമായ റബ്ബുൽ ആലമീന്റെ മാസമായ റമളാനിനെ കാരുണ്യത്തിന്റെ 3-1 കൊണ്ടാണ് നേരിട്ടത്. തുടങ്ങിയത് തന്നെ കരുണ കൊണ്ടാണ്. ആ കരുണയിൽ അല്ലാഹനെ അറിഞ്ഞ് അവന്റെ മഗ്ഫിറത്തിലേക്ക് കൊതിച്ച് ഇത്ഖുമിനന്നാർ എന്ന യോഗ്യതയും നേടി വരുമ്പോഴാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റമളാൻ ഖബൂലാവാം. റമളാൻ ഖബൂലായവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ സ്വഭാവം അനുകരിക്കണമെന്ന് പുണ്യ നബി ഒന്ന് ഉറക്കെ പറയൂ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്, അള്ളാഹുവിന്റെ സ്വഭാവത്തെ നിങ്ങൾ അനുകരിക്കണം, നിങ്ങൾ അനുഷ്ഠിക്കണം. അള്ളാന്റെ സ്വഭാവം കരുണയാണ്. കരുണയെ ബോധ്യപ്പെടുത്തി തരികയാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ സ്വഹാബികളുമായി ഒരു യാത്രയിലാണ്. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബിൽ ഈ ഹദീസ് പറയുന്നതായി കാണാം. സെയ്ദ് ബിൻ അസ്ലം എന്ന് പറയുന്ന പ്രമുഖനായ സ്വഹാബിയാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. യാത്രവേളയിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ ഒരു കുസൃതി കാണിച്ചു. ഒരു പക്ഷിക്കുഞ്ഞിനെ എവിടെ നിന്നോ അവർക്ക് കിട്ടി. അതിനെയുമായി അവർ താലോലിച്ചുകൊണ്ട് പുന്നാര നബി തങ്ങളുടെ മുന്നിലേക്ക് വന്നു. വലിയ ഓമനത്തോടുകൂടെ എവിടെയോ ആ പക്ഷിക്കുഞ്ഞ് അതിന്റെ കൂട്ടം തെറ്റി നിലത്ത് വീണതിനെ പരിചരിച്ച് സ്നേഹത്തിന്റെ ഭാഷയിൽ അവർ തലോടിക്കൊണ്ടുവരുമ്പോൾ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ എല്ലാവരും ആ പക്ഷിക്കുഞ്ഞിന്റെ കൗതുകത്തിലും അതിന്റെ സൗന്ദര്യത്തിലും ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോൾ പെട്ടെന്നതായി പക്ഷിക്കുഞ്ഞിനെ കയ്യിലേന്തിയ സ്വഹാബിയുടെ മടിയിലേക്ക് അതിനേക്കാളും മനോഹരമായ വളർച്ചയുടെ പരിപൂർണതയെത്തിയ ആ പക്ഷിക്കുഞ്ഞിന്റെ തള്ളപ്പക്ഷി വന്നിരിക്കുകയാണ്. ഇമാം ബൈഹഖിയുടെ ശുഅബിലുണ്ട് ഹദീസ്. അപ്പോൾ മഹാനായ സ്വഹാബി ഈ കുഞ്ഞിനെ താഴെ വെച്ച് അതെന്തായാലും പറക്കൂലല്ലോ,
അതിന്റെ തള്ളയെ പിടിക്കാൻ വേണ്ടി കൈകൾ മുന്നോട്ട് കൊണ്ടുവന്നപ്പോ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കാണുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അജബൽ ലിഹാദ ത്വാഇർ, ഈ തള്ളപ്പക്ഷിയുടെ കാര്യം വല്ലാത്ത അത്ഭുത സ്വഹാബ, നിങ്ങൾ കണ്ടില്ലേ? ജാഅ, അത് വന്ന് അതിന്റെ കുഞ്ഞിനെ തേടി, ഫഅൽഖാ നഫ്സഹു ഫി ഐദീകും, എന്നിട്ടോ അതിന്റെ കുഞ്ഞിനെ ഒന്ന് താഴെ വെച്ചാൽ ഒരു പക്ഷെ അത് പറക്കൂലായിരിക്കും, എന്നാലും നിങ്ങളുടെ കൈകളിൽ നിന്നും ആ കുഞ്ഞൊന്ന് താഴെ വന്നല്ലോ, മോചിതമായല്ലോ. അതിനുവേണ്ടി സ്വന്തം ശരീരത്തെ നിങ്ങളുടെ മടിയിലേക്ക് ഇട്ട് തന്ന ഈ തള്ളപ്പക്ഷിയുടെ കരുണയുടെ ബോധം, അത്ഭുതം നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാ ഇത് പറഞ്ഞതെന്നറിയുമോ? അള്ളാഹുവിന്റെ ഹബീബ് എന്തിനാ പറഞ്ഞതെന്നറിയുമോ? അവിടുന്ന് സത്യം ചെയ്ത് പറഞ്ഞു, ഫവല്ലാഹി ലല്ലാഹു അർഹമു ബിഇബാദിഹിൽ ബിഅബ്ദിഹിൽ മുഅ്മിനി മിൻ ഹാദ ത്വയ്രി ബിഫർഹിഹി. കണ്ടോ സഹാബ, ഈ പക്ഷി അതിന്റെ കുഞ്ഞിനോട് കാണിച്ച അലിവ് നിങ്ങൾ കണ്ടോ? സ്നേഹം കണ്ടോ? കരുണ കണ്ടോ? ഇതിനേക്കാളും സ്നേഹമാ അള്ളാഹു അവന്റെ മുഅ്മിനായ അടിമയോട് കാട്ടുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. പരിശുദ്ധമായ റമളാനിന്റെ പൊന്നമ്പിളി കണ്ട ആ നേരം മുതൽക്ക് നമ്മൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. ഈ വിളി കേൾക്കാൻ ഒരു അല്ലാഹ് നമ്മുടെ തൊട്ടടുത്തുണ്ട്. ആ അല്ലാഹനെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് എങ്ങനെ പറഞ്ഞെന്നറിയുമോ? എന്നെ പറ്റി എന്റെ ദാസന്മാർ അങ്ങയോട് ചോദിച്ചു വരും നബിയെ, എന്നെ കുറിച്ച് എന്റെ ദാസന്മാർ അങ്ങയോട് ചോദിച്ചു വരുമ്പോൾ അങ്ങ് പറയണേ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി. എന്നെപ്പറ്റി എന്റെ ദാസന്മാർ അങ്ങയോട് ചോദിക്കും. അല്ലാഹു എന്ന കൺസെപ്റ്റ് എങ്ങനെയാ? ഇന്നി ഖരീബ്, പറയ നബിയേ, ഞാൻ തൊട്ടടുത്തുണ്ട്, ഞാൻ തൊട്ടടുത്തുണ്ട് നബിയേ, ഞാൻ തൊട്ടടുത്തുണ്ട് നബിയേ. ഉജീബു ദഅവത്തദ്ദാഇ, എന്നെ വിളിച്ച് ചോദിക്കുന്നവന് ഉത്തരം ചെയ്യാൻ ഞാൻ തൊട്ടടുത്തുണ്ട് നബിയേ. പറഞ്ഞേക്ക് നബിയെ, പക്ഷേ ഇതാ ദഅാനി, എന്നെ ഒന്ന് വിളിച്ചു ചോദിക്കുമോ? എന്നോട് ചോദിക്കുമോ? പാതിരാവിന്റെ നിശബ്ദതയിൽ ആൻഡ്രോയിഡിന്റെ നീല വെളിച്ചത്തിൽ ജീവിതം നശിപ്പിക്കുന്ന ഒരു മനുഷ്യൻ തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രഖ്യാപനം പകല് മുഴുവൻ അവൻ കാത്തിരിക്കുന്നു. ഇക്കഴിഞ്ഞ രാത്രിയിൽ പാപം ചെയ്ത അടിമ വന്നുകൊണ്ടൊന്ന് കെഞ്ചി ചോദിക്കുമോ, അല്ലാഹുവേ എനിക്ക് പൊറുക്കണേ. പകല് മുഴുവൻ പാപം ചെയ്ത അടിമ പാതിരാവിന്റെ പരാപര വെളിച്ചത്തിൽ ഒന്ന് കൈ നീട്ടുമോ, അല്ലാഹുവേ എനിക്ക് നീ പൊറുത്തു തരണേ. അല്ലാഹു കരുണ ചെയ്യാൻ തൊട്ടടുത്തുണ്ടെന്ന് പറയ നബിയെ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലാഹുവിനെ ബോധിപ്പിച്ചു തരികയാ. മുന്നിലിരിക്കുന്ന സ്വഹാബത്തിന്റെ മുന്നിൽ കൃത്യമായ ഒരു ഉദാഹരണം അനുഭവിക്കുമ്പോ നിങ്ങൾക്കറിയുമോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഒരു പ്രഖ്യാപനം റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ സ്വഭാവമായി ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കുറിപ്പ് പോലെ. എപ്പോഴാണെന്നറിയുമോ? സൃഷ്ടാവായ തമ്പുരാന്റെ സർവ്വ സൃഷ്ടി ചരാചരങ്ങളെയും അവൻ പടയ്ക്കുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ നിലപാടിനെ അവൻ ഒരു കുറിപ്പായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹനെ ബോധ്യപ്പെടാൻ റമദാൻ വന്നു. റമദാൻ വന്നിട്ട് കുലുങ്ങാത്തവൻ ഇനി എപ്പോഴാ കുലങ്ങാ? റമദാൻ വന്നിട്ട് മനസ്സിനൊരു പെടച്ചിൽ വന്നിട്ടില്ലെങ്കിൽ ഇനി എപ്പോഴാ നമ്മൾ നന്നാവാ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ കുറിപ്പ് ഹബീബ് പറയുകയാണ്, ഇന്ന റഹ്മത്തി വസിഅത് ഖൽബി. എന്റെ കരുണയാ എന്റെ കോപത്തെക്കാളും മികച്ചു നിൽക്കാ.
എന്റെ കരുണയാ എന്റെ കോപത്തെക്കാളും മികച്ചു നിൽക്കാ. ഇത് അല്ലാഹു പ്രഖ്യാപിക്ക മാത്രമല്ല, ഫഹുവ മക്തൂബുൻ ഇൻദഹു ഫൗഖൽ അർശി, അർശിന്റെ ഉച്ചയുടെ മുകളിൽ, ഉത്തരത്തിന്റെ മുകളിൽ അല്ലാഹു ഇതൊരു ലിഖിതമായി എഴുതി വെച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ലിമൻ മാ ഫിസ് സമാവാതി വൽ അർദ് ഖുൽ ലില്ലാഹ് كتب على نفسه الرحمة ليجمعنكم إلى يوم القيامة لا ريب فيه الذين خسروا أنفسهم فهم لا يؤمنون. كتب على نفسه الرحمة. അള്ളാന്റെ സ്വഭാവം തീയിലിട്ട് കരിക്കലല്ല, പൂമത്തയിലിട്ട് പുന്നാരിക്കല. അള്ളാഹു കരുണ ചെയ്യട്ടെ. അത് ബോധ്യപ്പെടാൻ 10 ദിവസം. അള്ളാഹുവിനെ ബോധ്യപ്പെടലാ റമളാൻ. അള്ളാഹനെ ബോധ്യപ്പെടാൻ കാലം എത്ര കഴിഞ്ഞാലും റമളാന്റെ സന്ദേശത്തിൽ മാറ്റങ്ങളില്ലല്ലോ. ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞു, യുഗങ്ങൾ മാറി മാറി വന്നാലും റമളാന്റെ സന്ദേശത്തിൽ മാറ്റമില്ല. എന്താ റമളാൻ? ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നു. പട്ടിണി കിടക്കുന്ന എത്യോപ്യക്കാരന്റെ, മൊറോക്കോക്കാരന്റെ, ആഫ്രിക്കക്കാരന്റെ ഉദരത്തിന്റെ നൊമ്പരമറിയാൻ സഹാനുഭൂതിയോടെ 1000 മനുഷ്യ സ്നേഹവചനങ്ങളുമായി പുണ്യ റമളാൻ. എന്റെ പ്രിയമുള്ളവരെ, എന്തിനാ നമ്മൾ ഈ പട്ടിണി കിടക്കുന്നത്? സംസ്കരിക്കപ്പെട്ട ഒരു മനുഷ്യനാവാൻ. സംസ്കരണത്തിന്റെ പരിപൂർണത അവൻ ഒന്നുമല്ലെന്നവന്റെ അഹങ്കാരം താഴെ വെക്കല. അങ്ങനെ വരുമ്പോൾ അവൻ എല്ലാം ഉടമപ്പെടുത്തിയ തമ്പുരാന് ബോധ്യപ്പെടല. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. പൂർവികർക്കും നോമ്പ് നിർബന്ധം, അതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധം. ഏത് സമൂഹത്തിലും സമുദായത്തിലും പരിശുദ്ധ റമളാന്റെ നോമ്പിന്റെ നിർബന്ധിത വന്നിട്ടുണ്ടെങ്കിലും അവരോട് മുഴുവനും അല്ലാഹു പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ആവശ്യം, നോമ്പിന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ലഅല്ലകും തത്തഖൂൻ. മനസ്സുകൊണ്ട് അല്ലാഹനെ ബോധ്യപ്പെടല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എത്ര കരുണയാ അല്ലാഹുവിന്. നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മൾ ചോദിച്ചോടുത്ത് അല്ലാഹനെ കിട്ടിയില്ലെങ്കിൽ, ദുആ ചെയ്തിട്ട് ഉത്തരവില്ലെങ്കിൽ അല്ലാഹന്റെ കാരുണ്യത്തെ നമ്മൾ തള്ളുകയാ. എത്ര പാപം ചെയ്താലും ഹബീബ് പഠിപ്പിച്ചല്ലോ, സ്വഹീഹുൽ ബുഖാരി, സ്വർഗത്തോടടുക്കാൻ ഒരു ചാൺ അകല ഉള്ളപ്പോ ഹിദായത്ത് നഷ്ടപ്പെട്ടവൻ നരകത്തിലായിരിക്കാം. എന്നാൽ കേട്ടോളൂ, നരകത്തിലെത്തുമെന്ന് ഉറപ്പിച്ച മനുഷ്യൻ നരകത്തിലേക്ക് എത്താൻ ഒരു ചാണകലെ എത്തുമ്പോൾ അവൻ സ്വർഗത്തിന്റെ അമൽ ചെയ്യാൻ, അതുവരെ അവൻ ചെയ്ത എല്ലാ തെറ്റുകളെയും അല്ലാഹു തെറ്റിന്റെ കണക്കനുസരിച്ച് കൊണ്ട് അവന്റെ ഇഷ്ടം അങ്ങ് തോന്നിയാൽ, അല്ലാഹുവിന്റെ കരുണ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ തെറ്റിന്റെ കണക്കുകളെ, എണ്ണത്തെ, വ്യാപ്തത്തെ, അതിന്റെ ആധിക്യത്തെ അല്ലാഹു പരിഗണിച്ച് തുല്യമായ നന്മ കൊണ്ടവന്റെ ഏട് നിറയ്ക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഔ കമാ ഖാല റസൂലുള്ളാഹി യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹനെ ബോധ്യപ്പെടണം. അല്ലാഹനെ ബോധ്യപ്പെടാൻ എവിടേക്കും പോവണ്ട. ഇക്കഴിഞ്ഞ ദിവസം ദുആ ചെയ്യാനുള്ള ലിസ്റ്റ് വായിച്ച കൂട്ടത്തിൽ ഈ ഉള്ളവൻ വായിച്ച ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ലിസ്റ്റ്, ഉസ്താദേ എന്റെ വായല ക്യാൻസറാ, എന്റെ വായക്കകത്ത് ക്യാൻസറാ. എന്റെ സഹോദര, ഒന്ന് മിണ്ടാൻ, ഒന്ന് ചിരിക്കാൻ, രുചികരമായ ഭക്ഷണം വേണ്ട, ഒരു മധുരം നുകരാൻ, നാവിലൂടെ ഉമിനീര് ഊർന്നിറങ്ങുമ്പോഴും എത്ര പ്രതിസന്ധിയാ ഒരു ക്യാൻസർ രോഗി. വായന്റെ അകത്ത് ക്യാൻസർ വന്നാൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. റബ്ബിനെ ബോധ്യപ്പെടാൻ ഒരു രോഗിയെ കണ്ടാൽ മതി, റബ്ബിനെ ബോധ്യപ്പെടാൻ ഒരു കടബാധ്യതക്കാരനെ കണ്ടാ മതി, റബ്ബിനെ ബോധ്യപ്പെടാൻ ഒരു വികലാംഗനെ കണ്ടാ മതി.
റബ്ബിനെ ബോധ്യപ്പെടാൻ ദുനിയാവിന്റെ സങ്കടം പേറുന്നവനെ കണ്ടാ മതി. അർഹതയില്ലാത്ത ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ അള്ളാഹുവിൽ നിന്നും സ്വീകരിച്ച് നിഷേധിയായി ജീവിച്ചു പോകുന്ന നമ്മുടെ ഉള്ളിലെ കിബിർ കളഞ്ഞിട്ട് അള്ളാഹനെ ബോധ്യപ്പെടാൻ കാരുണ്യത്തിന്റെ പത്ത് വന്ന് നിൽക്കുമ്പോൾ സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് ഈ ഹദീസ് പറയുന്നത്. ഒരിക്കൽ ഹബീബിന്റെ സ്വഹാബത്ത് യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായി യുദ്ധത്തിൽ വിജയം നബിയുടെ പക്ഷത്തിന്, സ്വഹാബത്തിന്റെ പക്ഷത്തിന്. യുദ്ധ തടവുകാരായി ശത്രുപക്ഷത്തിലെ ബാക്കിയുള്ളവരെ കൊണ്ടുവരികയാണ്. യുദ്ധ നിയമം അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോ യുദ്ധ തടവുകാരായി പിടിച്ചുകൊണ്ട് വരപ്പെടുന്നതിൽ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ കയ്യിൽ ഒരു പാല് കുടിക്കുന്ന പ്രായത്തിലുള്ള കുട്ടിയുണ്ട്. യുദ്ധ തടവുകാരെ കൂട്ടം കൂട്ടമായി കൊണ്ടുവരപ്പെടുമ്പോ ആ പെണ്ണിന്റെ കയ്യിൽ നിന്നും തിക്കിലും തിരക്കിലും കുഞ്ഞ് നഷ്ടപ്പെടുകയാണ്. ഏതോ ഒരാളുടെ കയ്യിൽ സുരക്ഷിതമായി കുഞ്ഞ് തെറിച്ചു വീഴുകയാണ്. പെണ്ണ കുഞ്ഞിനെ അന്വേഷിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹാന്മാരായ സ്വഹാബത്തിന്റെ ആർജവം സ്ഫുരിച്ചു നിൽക്കുന്ന മുഖഭാവത്തിലും ആയുധത്തിന്റെ തിളക്കത്തിലും പരാജയത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന ശത്രു സമൂഹത്തിലെ പെണ്ണാണ് ഞാനെന്നോ, ഇവിടെ അധികാരം കയ്യേറിയ ഒരു എതിർ സംഘമുണ്ടെന്നോ ബോധം അവൾക്കില്ല. യുദ്ധത്തിന്റെ കെടുതിയിൽ സമയത്തിന്റെ താളം തെറ്റിയപ്പോഴും പ്രിയപ്പെട്ട പൊന്നുമോന് അമ്മിഞ്ഞു കൊടുക്കാനുള്ള സമയബന്ധിതമായ ബോധം കൊണ്ട് അവളങ്ങ് അലറി വിളിക്കുകയാ. അവള് ചോദിക്കാത്തറോന്, അവള് എവിടെയാ എന്റെ കുഞ്ഞ്? അപ്പോഴുണ്ട് ഒരാൾ വിളിച്ചു പറയുന്നു, ഇതാ നിങ്ങളുടെ കുഞ്ഞ് എന്റെ കയ്യിലുണ്ട്. ശത്രു സഞ്ചയത്തിൽ നിന്നും ഓടിപ്പോയ പെണ്ണ് അയാളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ തട്ടിപ്പറിച്ചു വാങ്ങിയിട്ട് മാറിടം പാല് ചുരുത്താൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുന്ന പോലെ അവൾക്ക് അതിൻ്റെ ഒരു എടങ്ങേറ്. സമയമായിട്ട് കുട്ടിക്ക് പാല് കൊടുത്തില്ലല്ലോ, യുദ്ധം ആവട്ടെ എന്തോ ആവട്ടെ. അങ്ങനെ ആ പെണ്ണ് ഓടിച്ചെന്ന് കുട്ടിയെ തട്ടിപ്പറിച്ചു വാങ്ങി. എന്നിട്ടോ ആളുകൾ കൂടി നിൽക്കണമെന്നോ അവള് നോക്കിയില്ല. അവൾ അപ്പുറത്തേക്ക് അങ്ങ് മാറി. തടവുകാരൊക്കെ ഈ വഴിക്ക് പോകൂ എന്ന് പറഞ്ഞിട്ട് മഹാന്മാരായ സ്വഹാബത്ത് തടവുകാരൊക്കെ അങ്ങ് മാറ്റി മാറ്റി വിടാം. പക്ഷെ അതൊന്നും ആ പെണ്ണിന് പ്രശ്നമല്ല. അവൾ ചിന്തിക്കും, ഇപ്പോൾ ഏറ്റവും സുരക്ഷിതമായ ഒരു നേതാവിന്റെ അണികളുടെ കൂട്ടത്തിലായിട്ട് തടവുകാരിയായിട്ടാണെങ്കിലും ഞാൻ വന്നതിൽ ഞാൻ ഒരു കരുണ പ്രതീക്ഷിക്കുന്നു. ആ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് ഇങ്ങനെ തടവുകാരെ മാറ്റി മാറ്റി വിടാം. ഇവിടെ കുഞ്ഞിനായിട്ട് പോയി അങ്ങോട്ട് മാറി നിന്ന് സമയബന്ധിതമായി ആ കുഞ്ഞിന്റെ ആഹാരക്രമത്തിൽ ആ കുഞ്ഞിന് കുടിക്കാനുള്ള പാലിനുള്ള സംവിധാനം ചെയ്തുകൊണ്ട് അവളെങ്ങനെ അതിൽ ആനന്ദം കൊള്ളുന്നു. അല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ലോകത്തെ ഏറ്റവും വലിയ സംഗീതത്തിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥ ആ ഈണത്തിൽ താളത്തിൽ ലയിച്ചുകൊണ്ട് വിരലുകൊണ്ട് താളമിടുന്ന ഒരു സംഗീത നിർഭരമായ നിമിഷം. ഉമ്മ മകനെ താലോല പാട്ട് പാടി താരാട്ടിലാക്കുമ്പോ താരാട്ട് പാടാൻ ഉമ്മ കാണിക്കുന്നതായ ആ താല്പര്യത്തിൽ അവൾ അറിയാതെ പാടുമ്പോൾ, ഇശലിന്റെ ഈണത്തിൽ അറിയാതെ വിരലുകൾ താളമിടുമ്പോ ഏറ്റവും വലിയ ആസ്വാദനം അപ്പോഴല്ലേ. അവള് പാട്ട് പഠിച്ചതാണോ? അല്ല. അവള് കച്ചേരിക്ക് പോയിട്ടുണ്ടോ? ഇല്ല. അവൾക്ക് സംഗീതത്തിന്റെ ഏറ്റക്കുറച്ചിലുകളോ ശ്രുതികളോ താളങ്ങളോ അറിയുമോ? ഇല്ല. പാടുന്ന പാട്ടിന്റെ വൃത്തം അവൾക്കറിയുമോ? ഇല്ല. പക്ഷേ അലറിക്കരഞ്ഞ പൊന്നുമോനെ എത്ര മധുരമുള്ള വാക്ക് പറഞ്ഞാലും എത്ര കളിപ്പിച്ചാലും ചിരിപ്പിച്ചാലും ഉമ്മാന്റെ താരാട്ടിനോളം വരില്ലല്ലോ. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചല്ലോ. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളുടെ ജാമിഉൽ ഹദീസിൽ നമുക്കൊരു ഹദീസ് കാണാം. ഇഫ്തഹു അലാ സുബിയാനിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്.
നിങ്ങളുടെ കുഞ്ഞിളം പ്രായക്കാരന് നിങ്ങൾ പാടിക്കൊടുക്കേണ്ട താരാട്ട് പാട്ട് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചു. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പാടിക്കൊടുക്കാനാ പറഞ്ഞത്, താരാട്ട് പാടാനാ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ ഇടയിൽ ഈ പെണ്ണ് കുഞ്ഞിന് അമ്മിഞ്ഞ കൊടുക്കാൻ വേണ്ടി ആ സമയബന്ധിതമായി അവൾ കാണിച്ച സമയബോധം സ്വഹാബത്തിനെ അത്ഭുതപ്പെടുത്തി. അവൾക്കൊരു പേടിയില്ലല്ലോ, അവൾക്ക് വേറൊരു കൂസലുമില്ല. അവള് പോയി കുഞ്ഞിന് പാല് കൊടുക്കണം. എല്ലാവരും പോയി കഴിഞ്ഞു. ഹബീബ് പറഞ്ഞു തടയണ്ട, കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് ആ സഹോദരിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. സ്വഹാബത്ത് കാവൽ നിന്നു. ഒരു ഇല വീഴുന്ന ശബ്ദം പോലുമില്ലാതെ അവളുടെ വിരലുകൊണ്ട് അവൾ താരാട്ട് പാടി പ്രിയപ്പെട്ട കുഞ്ഞിനെ വയറിലിരുത്തി മാറോട് ചേർത്തു. എന്നിട്ടവൾ ആ കുഞ്ഞിന്റെ നേരെ നോക്കി തലമുടിയിലൂടെ വിരലുകൊണ്ട് തലോടുമ്പോഴും ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. താരാട്ട് പാട്ടിന്റെ ഇടയിൽ അവൾ എന്തൊക്കെയോ കുട്ടിയോട് തമാശ പറയുന്നുണ്ട്. അവൾ തനിച്ചിരുന്ന് ചിരിക്കുന്നുണ്ട്. സ്വഹാബത്തിനെ റസൂലുള്ളാഹി വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, അത്തറൗൻ, നിങ്ങളുടെ അഭിപ്രായം പറയണം. ഹാദിഹി ത്വാരിഹത്തുൻ വലദഹാ ഫിന്നാർ. അവിടെ കുറച്ച് തീ കത്തിച്ച് വെച്ചിട്ട്, കുറെ വിറക് കൂട്ടി അവിടെ കുറെ തീ കത്തിച്ചിട്ട് ഈ പെണ്ണിനോട് കുട്ടിക്ക് പാല് കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കൊണ്ടുപോയി ആ തീയിലേക്ക് നീ ഇടുമോ പെണ്ണേ എന്ന് ആര് പറഞ്ഞാൽ അവൾ അവിടെ കൊണ്ടേയിടാ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെ സ്നേഹിക്കുന്ന കുഞ്ഞുമോനെ ആ കാണുന്ന തീയിലൊന്ന് കൊണ്ടുപോയി ഇടുമോ എന്ന് ഈ ഭൂമിയിൽ അവളോട് ആര് പറഞ്ഞാൽ അവൾ കേൾക്കാ. നിങ്ങളുടെ അഭിപ്രായം എന്താ സ്വഹാബത്തെ? തറൗന ഹാദിഹി ത്വാരിഹത്തുൻ വലദഹാ ഫിന്നാർ. ഖുൽനാ, ഒന്നടങ്കം ഞങ്ങൾ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, നബിയേ ആര് പറഞ്ഞാലും അവള് തീയിൽ കുഞ്ഞിനെ ഇടൂല. എന്നാൽ കേട്ടോളൂ, ഓരോ നിമിഷവും അള്ളാഹുവിനെ ബോധ്യപ്പെടാൻ കിട്ടുന്ന എല്ലാ അവസരവും കൃത്യമായി തന്നെ അള്ളാഹനെ പറഞ്ഞു കൊടുക്കാ ഹബീബ്. എന്നാൽ കേട്ടോളൂ സ്വഹാബ, എന്നാൽ കേട്ടോളൂ, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. ഈ പെണ്ണിന് തന്റെ കുഞ്ഞിനോട് തോന്നിയ സ്നേഹത്തെക്കാളും തീക്കുണ്ടാരത്തിലേക്ക് എറിയോ എന്ന് ചോദിച്ചാൽ അവൾ ചെയ്യാത്ത പോലെ അവളുടെ മുന്നിൽ നിന്ന് ഒരാൾക്ക് പോലും അത് പറയാനുള്ള ധൈര്യമില്ലാത്ത വിധം സ്നേഹത്തിന്റെ വലയം കൊണ്ട് കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ഈ പെണ്ണിനുള്ള സ്നേഹബോധത്തെക്കാളും അല്ലാഹുവിനവന്റെ അടിമയോട് കരുണയാ, സ്നേഹമാ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ നീ കരുണ ചെയ്യണേ. വെറുതെ പറയലല്ല, അതിനൊരർത്ഥമുണ്ട് സഹോദര. ആ അർത്ഥത്തിനൊരു ആഴമുണ്ട്. ജീവിതത്തിൽ അല്ലാഹുവിന്റെ കരുണ എവിടെ നിൽക്കുന്നു? പുന്നാര നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ, കരുണയെ അവൻ നൂറാക്കി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് നിവേദനം ചെയ്യുന്നു. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി. 80 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി അത്രയും യാത്ര ചെയ്യണം. ഏകദേശം ഒരു 4 മണിക്ക് എനിക്ക് എത്തണം. ഒന്നും തരണ്ട, അസ്സലാത്തൊന്നു ചൊല്ലൂ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, അല്ലാഹു കരുണയെ നൂറാക്കി. കരുണയെ അല്ലാഹു നൂറാക്കി. ഫഅംസക ഇൻദഹു 99 ജുസ്ആ. നൂറാക്കിയിട്ട് 99 അവിടെ വെച്ചു. 99 അവിടെ വെച്ചിട്ട് 1 മാത്രം ഭൂമിയിൽ ഇറക്കി. ആലോചിച്ച് നോക്കണേ, ആ 1 എവിടെ കാണാമെന്നറിയുമോ? നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ വീട്ടിൽ ആട് പ്രസവിച്ചതും പശു പ്രസവിച്ചതും കുഞ്ഞ് വീഴുന്നത് പിന്നിലല്ലേ? എന്നിട്ടും ആ പിന്നിലെ കാല് കുഞ്ഞിന്റെ ദേഹത്ത് തട്ടാതെ തള്ളമാറി നടക്കുന്നത് അല്ല കൊടുത്ത കരുണയുടെ ഒരു അംശം നബി മുഹമ്മദ് മുസ്തഫ. ആ കാരുണ്യത്തിൽപ്പെട്ടതാ റഹ്മത്തുൽ ലിൽ ആലമീൻ. ആ കാരുണ്യത്തിൽപ്പെട്ടതാ നമുക്കിടയിലുള്ള സ്നേഹം, സർവസൃഷ്ടികൾക്കിടയിലെ സ്നേഹം. ചങ്ങാരി വരുമ്പോൾ, കാക്ക വരുമ്പോൾ, പരുന്ത് വരുമ്പോൾ ചിറകിന്റെ അടിയിലേക്ക് മക്കൾക്ക് കയറാൻ വേണ്ടി തള്ളക്കോഴി ചിറക് വിടർത്തിയിട്ട് ഒളിപ്പിച്ച് വെക്കുന്ന കരുണയുടെ ബോധം
ഭൂമിയിലിറക്കി. 99 അവിടെ വെച്ചിട്ട് ഒന്നിറക്കി. ആ ഒന്നിന്റെ അംശം നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. എന്നിട്ട് കൃത്യമായി ഒന്നുകൂടി പറഞ്ഞു, ഹത്താ തർഫഅൽ ഫർസു ഹാഫിറഹ. ഒരു കുതിര പ്രസവിച്ചു. അതിന്റെ പിന്നിലെ കാലിനെ അത് കുളമ്പടിയെ ഉയർത്തിപ്പിടിച്ചു. അൻവലദിഹാ ഖശിയത അൻ തുസീബഹു. ആ കുഞ്ഞിന്റെ തലയിലോ ശരീരത്തിലോ ഈ കുളമ്പടി തട്ടാതെ മുട്ടാതെ കാലുയർത്തിപ്പിടിച്ച കുതിരയുടെ ആ പെരുമാറ്റത്തിലും ഭൂമിയിലിറക്കിയ ഒരംശം എന്ന് പറഞ്ഞ് 99 അവിടെ വെച്ചു എന്ന് പറയപ്പെട്ട അള്ളാഹുവിന്റെ കരുണയെ ബോധ്യപ്പെടാനുള്ള ഇടം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹു എല്ലാവരിലും ഇടപെടുന്നുണ്ട്. ഈ അടുത്ത ദിവസം കണ്ട ഒരു വീഡിയോ, കടലിൽ ഒരാമ, ആ ആമയുടെ പിന്നാലെ ഒരു സ്രാവ് കൂടി. എന്നിട്ടോ അതിന്റെ ദൃഢമായ ശരീരത്തിൽ അള്ളിപ്പിടിച്ചു. കുറെ നേരം അത് കടലിലൂടെ ഓടി. അവസാനം ബോട്ടിങ്ങിൽ നിൽക്കുന്ന സഹോദരന്മാർ കുറച്ചുപേര് ചൂണ്ടയെറിഞ്ഞു. ആ ആമ കടിച്ചു പിടിച്ചു ആ ബോട്ടിന്റെ ഒരു ഇരുമ്പിന്റെ ദണ്ടില്. അവസാനം എല്ലാവരും പിടിച്ചു വലിച്ചു കയറ്റി. അതിനെ ഒന്ന് തലോടി. കുറെ ദൂരം മറ്റു മത്സ്യങ്ങളുടെ ശല്യമില്ലാത്ത ഇടമെത്തിയപ്പോൾ അതിനെ പറഞ്ഞേച്ചൊരു വിദേശ വീഡിയോ. സഹോദര, ചിന്തിക്കണോലോ, ആഴക്കടലിന്റെ നടുവിലും അതിനെ ഒന്ന് തലോടാൻ അല്ലാഹു സംവിധാനം വെച്ചു. ആഴക്കടലിന്റെ നടുവിലും അതിനെ തലോടാൻ അല്ലാഹു ഒരു സംവിധാനം വെച്ചു. ഹബീബായ നബി തങ്ങളുടെ ഒരു നിക്കാഹ് നടക്കുകയാണ്. അവിടുത്തെ പത്നിമാരിൽ ആരെയോ ഒരാൾ അവിടെ നിന്ന് വിവാഹം കഴിക്കുമ്പോ അന്നത്തെ വിവാഹ സൽക്കാരത്തിന് വേണ്ടിയിട്ട് റസൂലുള്ളാഹിയുടെ വീട്ടിൽ തരിക്കഞ്ഞിയാണ്. ചിന്തിച്ചു നോക്കണേ, തരിക്കഞ്ഞിയിൽ ആള് കൂടിയപ്പോൾ തരിക്കഞ്ഞിയുടെ കുഴുപ്പ് കുറഞ്ഞു. അങ്ങനെയുണ്ടല്ലോ, ഇപ്പോഴില്ല, പഴയ കാലത്ത് ആ മോരും കൂട്ടാത്തിലേക്ക് കഞ്ഞോളം കോരി വെക്കണ കല്യാണം കൂടി ആൾക്കാരുണ്ടോന്ന് വെച്ചാൽ ആരെങ്കിലും ഒക്കെ കയ്യ വെക്കാൻ. അന്ന് ആരൊക്കെ ആള് കൂടിയപ്പോ എല്ലാരും വെറുതെ വിടാൻ പറ്റില്ലല്ലോ, വിരുന്നല്ലേ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ആ സൽക്കാരത്തിൽ ഒരല്പം വെള്ളം ചേർത്തു. അപ്പോഴുണ്ട് ഈ തൽബീന കയ്യിലൊഴിച്ചാൽ വിരലിന്റെ വിടവിലൂടെ ഊർന്നു പോവില്ല, കൊഴുപ്പുണ്ട്. സ്വഹാബികൾ ഇങ്ങനെ വിരലിന്റെ വിടവിലേക്ക് നോക്കിയപ്പോൾ ഊർന്നൊലിച്ചപ്പോ അവര് പറഞ്ഞു, വിളിക്കാത്തവരും ഇവിടെ വന്നല്ലോ, വിളിക്കാത്തവർ വരൂലോ, കണ്ടിട്ടില്ലേ ആലോലനായകാരംഭ പുങ്കവ ആരംഭർ മുത്ത് ശിഹാബെന്ന സ്വാതിക അങ്ങേ കുടപ്പനക്കൽ തറവാട്ടിലുത്തമ ചൈതന്യ സാരമായി തീർന്നോരാ മന്നവ ആദരാലഷ്ടദിക്കുന്നു ആരാധ്യന ആരംഭർ താഹ കുടുംബത്തിൻ ശ്രേഷ്ഠന ബന്ധനങ്ങൾക്ക് സമരി സമർപ്പിച്ച വമ്പർ മുഹമ്മദിൻ പേരുറ്റ പൂമകൻ സല്ലല്ലാഹു അലാ മുഹമ്മദ്. മഹാനായ PMSA പൂക്കോയ തങ്ങളുടെ വീടിന്റെ കവാടം തുറന്നു കിടക്ക, ആർക്കും സലാം. എന്തുകൊണ്ട്? അതൊരു അഭയകേന്ദ്രം പോലെ. അഹ്ലുബൈത്ത് എന്റെ ഉമ്മത്തിൽ മഹാനായ നൂഹ് നബിയുടെ കപ്പൽ ജലപ്രളയത്തിൽ ഒരു അത്താണിയായ പോലെ എന്റെ കുടുംബം പ്രക്ഷോഭങ്ങളും വർഗീയതയും നിറഞ്ഞു നിൽക്കുന്നോടത്ത് അത്താണിയായി, മനുഷ്യ സ്നേഹത്തിന്റെ തറവാടായി എന്റെ അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലേക്ക് ആർക്കും കടന്നു വരാം. പെരുത്തു നൂറ്റാണ്ടുകൾ കിടക്കലൊരിക്കലീ മരുപ്പറമ്പാമുലകത്തിലേശ്വരൻ നടുന്നു വൃക്ഷത്തെ തണിക്കുപാന്തരായി ലോകത്തിന്റെ തണലായി വരുന്നവർക്കുത്തമ വിശ്രമത്തിനായി അള്ളാഹുവിന്റെ ഹബീബ് ലോകത്ത് ആർക്കും തണലായി. മക്കയുടെ വരദാനം, മദീനയുടെ മന്ദമാരുതൻ, ലോകത്തിന്റെ അജയ്യനായ അമരക്കാരൻ, സഹനത്തിന്റെ സങ്കേതം നബി മുഹമ്മദ് മുസ്തഫ ഹുവൽ ഹബീബുൽ നബി തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലിൽ മുഖ്തഹിമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ. സ്വഹാബികൾ പറഞ്ഞു, ഈ വിളിക്കാത്തവരെന്തിനാ ഇപ്പൊ വന്നത്? പട്ടിണിയാണടോ, പട്ടിണിയാണടോ, പട്ടിണിയാ. സുഫത്തിന്റെ അഹ്ലുകാര് തലചുറ്റി മദീനത്തെ പള്ളിയിൽ വീണിരുന്ന കാലം. 2 മാസം വരെ ആ അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല.
2 പ്രാവശ്യം ചന്ദ്രക്കല കാണാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു എന്ന് ലോകത്തിന്റെ ചക്രവർത്തിയുടെ മണവാട്ടി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിരുന്ന കാലം. പട്ടിണിയാ ഖന്ദക്കിന്റെ കിടങ്ങ് കയറുമ്പോൾ ഉദരത്തിലേക്ക് പരിപരുത്ത പാറക്കല്ല് വെച്ച് കെട്ടിയ കാലഘട്ടത്തിൽ ദാരിദ്ര്യമാ. വെള്ളം ചേർന്ന തൽബീന കഴിച്ച സ്വഹാബികൾ പറഞ്ഞു, അവരൊന്നു വരാതിരുന്നുവെങ്കിൽ വിശന്നിട്ട് വന്നതാ വരും. പണ്ടൊക്കെ റാത്തീബിന് പോയാൽ 2 മണി വരെ ഇരിക്കും. എന്തിനാണെന്നറിയുമോ? അത് കഴിഞ്ഞിട്ടൊരാഹാരമുണ്ട്. 1 കോഴി അറുത്ത് 1 കല്യാണം കൂടിയവരാ നമ്മുടെ പൂർവികർ. ദാരിദ്ര്യമാ, വിശപ്പാ, മറ്റാരും വന്നില്ല ഇരുന്നുവെങ്കിലെന്ന് ചിന്തിച്ച സ്വഹാബത്തിനെ തിരുത്തി അവരും വായ കൊണ്ടൊന്ന് മധുരം രുചിക്കാൻ വന്നതല്ല. സ്വഹാബ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പിറുപിറുക്കുന്നത്? ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ ഉഹദ്ദിസുകും ബിഹദീസിൻ ഹദ്ദസനി ബിഹി ജിബ്രീൽ. ജിബ്രീൽ എന്നോട് പറഞ്ഞ കഥയാ സ്വഹാബ. പറയട്ടെ? പറയൂ നബിയേ. ബലായ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞാലും നബിയേ. അള്ളാന്റെ ഹബീബ് കഥ പറയാൻ തുടങ്ങി. ആരുടെ കഥയാണെന്നറിയുമോ? മാനവകുലം കണ്ട ഏറ്റവും വലിയ മഹാനായ മനുഷ്യൻ, ലോകം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ അടക്കി ഭരിച്ച സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥയാ ഹബീബായ നബി തങ്ങൾ പറയുന്നത്. സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിൽ അല്ലാഹു നിർബന്ധമാക്കിയ നിസ്കാരം അസ്റാണ്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് അസ്ർ നിസ്കാരം. മഹാനവറുകൾ പ്രജാക്ഷേമം തേടി നടക്കുമ്പോ മനുഷ്യര് മാത്രമല്ല സർവ്വജീവജാലങ്ങൾക്കും മഹാനവറുകൾ പ്രവാചകനാണല്ലോ. പ്രജാക്ഷേമം നേടി നടന്ന മഹാനായ സുലൈമാൻ നബി അന്നത്തെ സായാഹ്നത്തിൽ എത്തിപ്പെട്ടത് അലറി വിളിക്കുന്ന തിരമാലകൾ തിരതല്ലിത്തീരുന്ന പതഞ്ഞു പൊങ്ങുന്ന കടൽ തീരത്തിന്റെ ചുവട്ടിലാണ്. കയ്യിലുള്ള മുസല്ല വിരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് സുജൂദിൽ കഴിയുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിസ്കാരം കഴിഞ്ഞപ്പോ അതാ ഒരു കറുത്ത ഉറുമ്പ് മഹാനവറുകളുടെ മുസല്ലയുടെ മുന്നിലൂടെ അരിച്ചരിച്ചു പോകുമ്പോ ഇമാം അഹ്മദിനെ പോലെയുള്ളവരൊക്കെ ഈ ഹദീസിന്റെ ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, ആ കറുത്ത ഉറുമ്പിന്റെ ആ ചെറിയ ചുണ്ടിന്റെ അകത്ത് ഒരു ഇലയുടെ കഷ്ണം കടിച്ചു പിടിച്ചു പോകുന്ന അപൂർവമായ ഒരു കാഴ്ച സുലൈമാൻ നബി കണ്ടപ്പോ മഹാനവറുകൾക്ക് അല്ലാഹു എല്ലാ ജീവജാലങ്ങളുടെയും ഭാഷ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ ചെറിയ ശബ്ദത്തിൽ അലറി വിളിക്കുന്ന തിരമാലയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഘോരഘോരമീ ഉറുമ്പ് വിളിക്കുകയാ. കടലിലേക്ക് നോക്കിയിട്ട് വിളിക്കുമ്പോ സുലൈമാൻ നബി കൗതുകത്തിൽ താടയിൽ കൈ കൊടുത്തുകൊണ്ട് കണ്ണു ചിമ്മാതെ നോക്കാ. തൊട്ടടുത്ത സമയത്തതാ പതഞ്ഞു പൊങ്ങി വരുന്ന തിരമാലയുടെ ഓളങ്ങളിലൂടെ ഒരു തവള വരികയാ. ആ തവളയുടെ മുകളിലേക്ക് ഉറുമ്പ് കയറുകയാ. പിന്നെ അതിനെ കാണുന്നില്ല. തിരമാലയിലൂടെ അപ്പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ മഹാനായ സുലൈമാൻ നബി ഇരുന്ന ആ ഇടത്തിൽ തന്നെ തവള വീണ്ടും വരികയാണ്. ആ ഉറുമ്പതാ ഒഴുകി ഒഴുകി പതയിലൂടെ തിരമാലയിലൂടെ കരയിലേക്ക് എത്തുകയാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഉറുമ്പിനെ കണ്ടപ്പോ മഹാനവറുകൾ ചോദിക്കുകയാണ്, അഖ്ബിരീനി ബിൽ ഖിസ്സാ. ഉറുമ്പേ, നിന്റെ നിയോഗം എന്താ? അത്ഭുതമാണല്ലോ നീ. നിന്നെ ഞാൻ കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. കഥ പറയൂ ഉറുമ്പേ. ഉറുമ്പങ്ങ് പറയാൻ തുടങ്ങി, നബിയേ, അനന്തവിശാലമായി കിടക്കുന്ന മനുഷ്യന്റെ നഗ്നനേത്രം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റാത്ത അറ്റവും ആഴവുമുള്ള ഈ സമുദ്രത്തിന്റെ പരപ്പിലൂടെ ഞാൻ അങ്ങ് ഒഴുകി ഒഴുകിപ്പോയത് എന്തിനാണെന്നറിയുമോ? അള്ളാഹു എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് സുലൈമാൻ നബിയേ. എന്താണ് അള്ളാഹ് ഏൽപ്പിച്ച ജോലി എന്നറിയുമോ? ഈ കടലിന്റെ അഗാധ ഗർത്തത്തിൽ ഒരു വലിയ പാറയുണ്ട്. ആ പാറയുടെ വിടവിൽ ഒരു ചെറിയ പുഴുണ്ട് നബിയേ. ആ പുഴുവിന് രാവിലെയും വൈകുന്നേരവും കഴിക്കാനുള്ള ആഹാരം എത്തിക്ക എന്നത് എന്റെ ജോലിയാ നബിയേ. അവിടെ അത് എത്തിക്കണം.
അവിടെ അത് എത്തിക്കൽ എന്റെ ജോലിയാ, ഇത് അള്ളാഹു എന്നെ ഏൽപ്പിച്ചതാണ് നബിയേ എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് ആ ഉറുമ്പ് പറയുമ്പോ സുലൈമാൻ നബി ചോദിച്ചു, അതിന് നിന്നെ സഹായിക്കാൻ ഒരു തവള വരുന്നുണ്ടല്ലോ നബിയേ, എനിക്കൊരു സഹായത്തിന് അള്ളാഹുവോട് ഞാൻ ചോദിച്ചപ്പോ അള്ളാഹു ഒരു മലക്കിനെ തവളയുടെ രൂപത്തിൽ ഈ കടലിൽ വെച്ചിട്ടുണ്ട് നബിയേ, ഞാൻ ഇത് കൊണ്ടുപോയി കൊടുക്കും. ഒരുപാട് ത്യാഗമുണ്ട്, ഞാൻ ഇത് ചുമന്ന് കൊണ്ടുപോയി അവിടെ കൊടുക്കും. നമ്മളൊക്കെ പരിശുദ്ധ റമദാൻ വരുമ്പോൾ കിലോ കണക്കിന് ഭാരം വരുന്ന റമദാൻ കിറ്റുകൾ നമ്മൾ ചുമന്ന് കൊണ്ടുപോവാറുണ്ടല്ലോ. നോമ്പ് തുറയുടെ നേരം വരുമ്പോൾ എത്ര ത്യാഗം സഹിക്കുന്നവരുണ്ട്. ബദരീങ്ങളുടെ ആണ്ട് വരുമ്പോൾ ഇറച്ചി പാചകം ചെയ്യാൻ ഉറക്കമൊഴിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. നബിദിനത്തിന് വേണ്ടി ഉറക്കമൊഴിക്കുന്നവരുണ്ട്. എന്താണ് ഇതിന് കിട്ടുന്ന നേട്ടമെന്ന് ചോദിച്ചാൽ അവസാനം ഏതെങ്കിലും ഒരാൾ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ ഉസ്താദേ അത് മതി, എനിക്ക് അത് മാത്രം മതി, അതിനപ്പുറത്തേക്ക് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പ്രൗഢമായ ഈ പരിപാടി സംഘടിപ്പിക്കാനും ഇവിടുത്തെ യുവാക്കൾ മുന്നോട്ട് വരുമ്പോ സുലൈമാൻ നബിയോട് ഉറുമ്പ് പറയാണ്, അറ്റമില്ല ആഴമറിയാത്ത കടലിന്റെ ഇരുട്ടിന്റെ അറയിലേക്ക് ഞാൻ ഒരു തവളയുടെ മുകളിൽ അള്ളിപ്പിടിച്ചിരുന്ന് ചുണ്ടിൽ കടിച്ചു പിടിച്ച ഇല താഴെ വീഴാതെ ആ തിരമാലയെ കീറി മുറിച്ചുകൊണ്ട് അതിശീഘ്രം തവള പാറയുടെ മുന്നിലേക്ക് പോകുമ്പോ ഞാനതാ ആ പുഴുവിന്റെ വായിൽ വെച്ച് കൊടുക്കാൻ വരെ അവിടെ കാത്തു നിൽക്കുമ്പോൾ നബിയെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. ഞാൻ കൊണ്ടുപോയ ഇലയുടെ കഷ്ണം ആ പുഴു കഴിച്ചിട്ട് അവിടെ വെച്ചുകൊണ്ടൊരു ദിക്ർ പറയുന്നുണ്ട് നബിയേ. ആ ദിക്ർ കേൾക്കാൻ എന്തോരു ചന്തമാ. സുബ്ഹാനല്ലദീ ഖലഖനീ വഫിൽ ബഹരി സയ്യറനീ വലം യൻസനി റിസ്ഖാ. എന്നെ പടച്ച തമ്പുരാൻ എന്നെ താമസിപ്പിച്ചത് കടലിൽ ഇരുട്ടിന്റെ ഗുഹരങ്ങളിൽ ഗർത്തങ്ങളിൽ പാറയുടെ കറുത്ത ഭാഗത്ത് ഞാൻ ഒളിച്ചിരിക്കുമ്പോഴും മറ്റൊരു ജീവജാലങ്ങളും എന്റെ മുന്നിൽ വരാതെ ഞാൻ എവിടേക്കും പോവാതെ എന്റെ ചുണ്ടിന്റെ മുന്നിൽ എനിക്കുള്ള ആഹാരം ഈ കടലിന്റെ ആഘാത ഗർത്തങ്ങളിൽ ഓളങ്ങൾ കീറിമുറിച്ചൊരു ചെറിയ ഉറുമ്പിനെ കൊണ്ടുവന്ന് എനിക്ക് തരുമ്പോഴും കടലിന്റെ അടിയിലാണല്ലോ എന്ന് കരുതി എന്നെ മറക്കാത്ത അല്ലാഹ്, കടലിന്റെ അടിയിലാണെങ്കിലും എന്നെ മറക്കാത്ത അല്ലാഹ്, ആ പുഴുവിനെ മറക്കാത്ത അല്ലാഹ് അക്രമുൽ ഖൽഖായ മനുഷ്യനെ മറക്കുമോ? 1,24,000 വരുന്ന നബിമാരെ കൊടുത്തത് മലക്കുകളിൽ നിന്നല്ല, ഭൂമിയിൽ വന്ന മനുഷ്യരിലാ, ഭൂമിയിൽ വന്ന മനുഷ്യരിലാ. വലഖദ് കറംനാ ബനീ ആദം, ആദം സന്തതികളെ അല്ലാഹ് ബഹുമാനിച്ചു എന്ന് പറഞ്ഞിരിക്കാ. അല്ലാഹ് ബഹുമാനിച്ച നമ്മൾ നമ്മുടെ ഹൃത്തടം പടച്ചുകൊണ്ട് ഗദ്ഗദത്തോടുകൂടെ ചുണ്ടുകൾ വിതുമ്പി അള്ളാഹുവിനോട് പരിശുദ്ധ റമദാന്റെ പാതിരാവിലൊന്ന് കൈ നീട്ടിയിട്ട് ചോദിക്കും, മൂമിനെ അള്ളാഹു തരും കൈവിടൂല, അള്ളാഹു തരും കൈവിടൂല. അള്ളാഹുവോട് ചോദിക്കുന്നത് ആരൊക്കെയാണെന്നറിയുമോ? യസ്അലുഹു മാ ഫിസ് സമാവാതി വൽ അർദ് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. അള്ളാഹുവോട് ആകാശത്തിലുള്ള പരകോടി സൃഷ്ടികൾ അനുനിമിഷം ചോദിക്കുന്നു, ഭൂമിയിലുള്ള സൃഷ്ടിചരാചരങ്ങൾ ചോദിക്കുന്നു. ചോദിക്കുന്നതൊക്കെ ഒരാളോട് മാത്രം, ചോദിക്കുന്നതൊക്കെ ഒരാളോട് മാത്രം. പക്ഷേ ചോദ്യം ചോദിക്കപ്പെടുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ വ്യാപൃതനാണ്. എന്തിനാണെന്നറിയുമോ? ചോദിക്കാത്തത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചോദിച്ചത് PSCയുടെ ടെസ്റ്റിൽ നമുക്ക് ഉന്നത വിജയമായിരിക്കാം, അല്ലെങ്കിലോ നാം മോഹിച്ച വാഹനം കിട്ടണമെന്നായിരിക്കാം. ചോദിച്ചത് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസമായിരിക്കാം. പക്ഷേ ഈ ചോദിച്ചവൻ അറിയില്ലല്ലോ അവന്റെ ഭാവിയെ കുറിച്ച്. ചോദിക്കാത്തത് കൊടുക്കാൻ അല്ലാഹു വ്യാപൃതൻ എന്ന് പരിശുദ്ധ ഖുർആൻ. ചോദിക്കാത്തത് എന്തായിരിക്കുമെന്നറിയുമോ? പനി പടരും പോലെ പടരുന്ന മാരക രോഗങ്ങളുടെ മാരക ദ്രംഷ്ടകങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കാൻ ഈ പ്രാർത്ഥന അങ്ങോട്ട് ചെല്ലുമ്പോൾ പിടവൂര് മഹല്ല് നിവാസിനിയായ ഉമ്മ ചോദിച്ചത്,
ഗൾഫിലുള്ള മകന്റെ ശമ്പളത്തിൽ വർധനമാണ് എങ്കിൽ ആ മകന് വരാനിരിക്കുന്ന ക്യാൻസർ രോഗം തടയും മലക്കുകളെ. ആ ഉമ്മ ചോദിച്ചത് എന്നോടല്ലേ? ആ ഉമ്മാക്ക് മകന്റെ ശമ്പളത്തെക്കാളും വലുത് മകന്റെ ആരോഗ്യമല്ലേ? ചോദിച്ചോളൂ, അല്ലാഹു കൈവിടൂല, അല്ലാഹു കൈവിടൂല. ഒരപകർഷാബോധം നമുക്കുണ്ട്, അതിന്റെ കറ കൽബിൽ നിന്നും കളയാനാ റമളാൻ. ഞാൻ തുടങ്ങിയത് വീണ്ടും പറയുന്നു, റജബിന്റെ അവസരം നശിപ്പിച്ചവരാ ഞാനും നിങ്ങളും. ശഅബാനിന്റെ സുഹൃത്തത്തെ വലിച്ചെറിഞ്ഞവരാ നമ്മള്. റമളാനിന്റെ പുണ്യത്തെ നമ്മൾ അറിയാതെ യാന്ത്രികമായി നോമ്പെടുത്ത് തീർക്കുമ്പോഴും ആലോചിച്ചോളൂ, നമ്മൾക്ക് ചോദിക്കാൻ അല്ലാഹുവിന്റെ മുന്നിൽ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാ. ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതിലിൽ മുട്ടണം മടിക്കണ്ട. തുറക്കും ക്ഷണം അത് സോദര വിധിയുള്ളതാ. ഖുർആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ. കൂമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബ പിന്നെയും. അല്ലാഹുവേ നീ കരുണ ചെയ്യ അല്ലാ, പടച്ചോനെ പൊറുക്കണേ അല്ലാ. എല്ലാരും ആമീൻ പറയൂ. അല്ലാഹുവേ ആഫിയത്ത് തരണേ അല്ലാ, ദീർഘായുസ് തരണേ അല്ലാ, മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളുടെ മഹലിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാ, ആഖിബത്ത് നന്നാക്ക് അല്ലാ, റമളാന്റെ അനുഗ്രഹങ്ങളിൽ പെടുത്ത് അല്ലാ. പരകോടി സൃഷ്ടികൾക്ക് നീ നരകമോചനം ഉറപ്പുവരുത്തി സ്വർഗത്തിന്റെ കമനീയ കവാടം തുറക്കുമ്പോ ഉപ്പ മരിച്ചിട്ടുണ്ട് അല്ലാ, ഉമ്മ മരിച്ചിട്ടുണ്ട്, വല്ലുപ്പ മരിച്ചിട്ടുണ്ട്, വല്ലുമ്മ മരിച്ചിട്ടുണ്ട്, ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഖബറിന്റെ ഇരുട്ടിൽ ഞെരുവിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങൾ അഖിലം പലയിടങ്ങളിൽ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ നിന്റെ കാരുണ്യം കൊണ്ട് അവർക്കും ഞങ്ങൾക്കും സ്വർഗം തരണേ അല്ലാ, നിന്റെ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. ഒരുപാട് റമളാൻ വരവേൽക്കാൻ ഞങ്ങളുടെ ആയുസ് കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, റബ്ബിനെ മനസ്സിലാക്കാൻ വേണ്ടി ആദ്യത്തെ 10 ദിവസം അല്ലാഹുവിനെ പരിചയപ്പെടാം. ഈ പരിചയത്തിന്റെ പുറത്ത് ഇനി അവനോട് മഗ്ഫിറത്ത് ചോദിക്കാം. ബഹർ പോലെ കിടക്കാം മഗ്ഫിറത്ത്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. മഗ്ഫിറത്ത് സ്വർഗ്ഗത്തിന്റെ മുമ്പാ പറഞ്ഞത്, മഗ്ഫിറത്തിലേക്ക് ഓടൂ എന്നാ പറഞ്ഞത്. അല്ലാഹുവിനെ ബോധ്യപ്പെടണം. അല്ലാഹുവിനെ ബോധ്യപ്പെട്ടാൽ അന ഇൻദ ളന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എവിടെ വിചാരിക്കുന്നു അവിടെ ഉണ്ട് ഞാൻ, അവിടെ ഉണ്ട് ഞാൻ. അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ അവിടെ മനസ്സുകൊണ്ട് എത്തിയിട്ടില്ല നമ്മള്. എങ്ങനെ എത്താൻ? നമുക്കൊരു സങ്കല്പമുണ്ട്. ഞാൻ നിസ്കരിക്കുന്നു ഉസ്താദേ, ഞാൻ നോമ്പെടുക്കുന്നു, ഈ കഴിഞ്ഞ ആഴ്ചയും കൂടി നോമ്പ് തുറയുടെ 5000 രൂപ ഞാൻ കൊടുത്തതാ, ബദരീങ്ങളുടെ ആണ്ടിന് ആദ്യം പൈസ കൊടുക്കണ ഞാനാ. ഒന്ന് സെക്രട്ടറിയെ വിളിച്ചു ചോദിക്ക്, ജനുവരി ടു ഡിസംബർ എന്റെ കുടിശ്ശികയില്ല. എന്നിട്ടും ആ പിള്ളേര് ഗൾഫിൽ പോയിട്ട് ഉസ്താദേ ശമ്പളമല്ല, ഇടങ്ങേറ് മുസീബത്ത്, ഞാനിപ്പോ ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം? അതന്നെയാ പറയാനുള്ളത്. എന്താ ഇപ്പൊ കാര്യം ഇതിങ്ങനെ പറഞ്ഞിട്ട്? ഇതൊക്കെ അള്ളാഹുവായിട്ട് എന്താ ഷെയർ ഇടപാടാ? ഇതൊക്കെ അവിടെ കൊടുത്തിട്ട് ചില ആൾക്കാർ ദ്വാരക്കാൻ ഇരിക്കണ വേണ്ട തോന്നും, ചോറ് കഴിക്കാതിരിക്കണേന്ന്. ചെമ്പ്രം പടിഞ്ഞിങ്ങനെ ഇരിപ്പ് കണ്ടിട്ട് ഇപ്പൊ അലയോടോടെ അള്ളാഹുവെ താട്ടെ താട്ടെ താട്ടെ, ആകെ ചോദിക്കും ഇങ്ങോട്ട് താട്ടെ. എന്തെങ്കിലും അവൻ തന്നത് അങ്ങോട്ട് പറഞ്ഞിട്ട് ഇതൊക്കെ നീയാ തന്നത്, ഇനി എനിക്ക് വേണം, നീ തരോ? അവൻ ചോദിക്കുന്നത് അവനിഷ്ടമാണ്, ചോദിക്കുന്നത് അവനിഷ്ടം, ചോദിക്കാതിരുന്ന ദേഷ്യ. പക്ഷെ ചോദിക്കുന്നതിന് ഒരു മര്യാദ ഉണ്ട്. എന്റെ സഹോദര, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ വെച്ച് നമ്മളതൊന്ന് എണ്ണാൻ നോക്കിയാ അള്ളാഹ് തന്ന അദാബ് ഒന്നുമില്ല ഇവിടെ. അങ്ങനെ ഒരിക്കലും വരൂല. എന്റെ ഉസ്താദാണ് ഇദ്ദേഹം, എനിക്ക് 10 കിതാബ് ഓതി തന്ന ആളാ. തഅദ്ദുദിന് സാധ്യതയില്ല, യുസ്ർ നെക്കിറയാണ്, തഅദ്ദുദിന് സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഉസ്ർ വരുമ്പോൾ, ഒരു ഞെരുക്കം വരുമ്പോൾ ഒരുപാട് വിശാലതകൾ ഉണ്ടാകും എന്ന് ഖുർആൻ. ഒരുപാട് വിശാലതകളുണ്ട്, അത് നമ്മൾ അറിയുന്നില്ല.
നമ്മൾ താൽക്കാലികം അള്ളാനെ കുറ്റപ്പെടുത്തല. നിങ്ങൾക്കറിയുമോ, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ഭരണം കയ്യിലുള്ള ഒരു കാലം മഹാനവറുകളുടെ ദർബാറിലേക്ക് ഒരു പെണ്ണ് സങ്കടം പറയാൻ വന്നു. ആ പെണ്ണ് വിധവയാണ്, യതീമായ മക്കളുടെ ഉമ്മയാണ്, യതീമിന്റെ സംരക്ഷകയാണ്. ആ പെണ്ണ് സങ്കടം പറയാൻ വന്നു. ദാവൂദ് അലൈഹിസ്സലാം ഫഖാലത്, ആ പെണ്ണ് പറഞ്ഞു, യാ നബി അല്ലാഹ് ഹൽ റബ്ബുക ളാലിമുൻ അദ്ൽ. നബിയേ, അല്ലാഹു കരുണവാനാണോ? അല്ലാഹു കരുണയുള്ളവനാണോ, സ്നേഹമുള്ളവനാണോ, അതോ അല്ലാഹു അക്രമിയാണോ? ആലോചിച്ച് നോക്കണേ. അല്ലാഹു കാരുണ്യവാനാണോ? സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കും മുഅ്മിനേ, സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്ക്. അല്ലാഹു നമുക്ക് എങ്ങനെയാ ബോധ്യപ്പെട്ടിട്ടുള്ളത്? ദാവൂദ് നബിയുടെ ദർബാറിലേക്ക് പെണ്ണ് കടന്നു വരാ, ചോദ്യം ഗൗരവമാണ്. ദാവൂദ് നബിയെ, അല്ലാഹു കാരുണ്യവാനാണോ, അല്ലാഹു അക്രമിയാണോ നബിയേ? ഈ ചോദ്യം കേട്ടാ ദേഷ്യം വരും. ദാവൂദ് നബി ചോദിച്ച പെണ്ണിനോട്, വൈഹക്കി അംറ, ഓ പെണ്ണെ, നിനക്ക് എന്തൂട്ടാ പറ്റിയത്? എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? അവള് പറഞ്ഞു, എനിക്ക് വലിയ ഒരു സാമ്പത്തിക ആവശ്യം തൊട്ടടുത്ത ദിവസമുണ്ട്. അതിനുവേണ്ടി എന്റെ ജോലിയിൽ ഞാൻ ഒരുപാട് കഠിനാധ്വാനം നടത്തി നബിയെ. എന്താ നിന്റെ ജോലി? ദാവൂദ് നബിയുടെ കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ രാജാവിനോട് മാത്രം പരാതി പറയാൻ വരുന്ന ഒരിടം, ദർബാറിൽ രാജാവ് സ്വകാര്യം കേൾക്കുന്ന താവളം. അവിടെ കയറി നിന്നിട്ട് പെണ്ണ് പറയാണ്, എന്റെ ജോലി നൂല് നൂൽക്കലാണ് നബിയെ. എനിക്ക് തൊട്ടടുത്ത ദിവസം ഒരുപാട് സാമ്പത്തിക ആവശ്യമുണ്ട്. യതീമായ മക്കളെ ഞാൻ പോറ്റി വളർത്തുന്നവളാ. അതുകൊണ്ട് വിപണിയിൽ ഏറ്റവും വില കിട്ടുന്ന തരത്തിലുള്ള മേത്തരം നൂല് ഞാൻ നൂറ്റെടുത്തിട്ട് ഒരു ചുവന്ന തുണിക്ക് മുകളിൽ ചുറ്റി വെച്ചു. ഞാൻ പലചരക്ക് കടയിൽ ചാക്കുനൂല് ചുറ്റി വെച്ചിരിക്കുന്ന പോലെ ആ ചുവന്ന തുണിയുടെ ഒരു അംശം മാത്രം മുന്നോട്ട് വാല പോലെ കോന്തലയായി തൂക്കിയിട്ടിട്ടതിലേക്ക് ഞാൻ മനോഹരമായി ഞാൻ നൂറ്റെടുത്ത നൂലുകൾ ചുറ്റിവെച്ചിട്ട് നബിയെ ഞാൻ അങ്ങാടിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ വാങ്ങാനും മറ്റുമൊക്കെയായി ഞാനിത് വിൽക്കാൻ വേണ്ടി അങ്ങാടിയിലേക്ക് പോകുമ്പോൾ പെട്ടെന്നൊരു പക്ഷി വന്നുകൊണ്ട് എന്റെ കയ്യിലുള്ളതായ ചുവന്ന കൊന്തലയിൽ ചുറ്റിവെച്ചിരിക്കുന്ന നൂലും കെട്ട് റാഞ്ചി എടുത്തുകൊണ്ടുപോയി പക്ഷി. എന്നിട്ടോ അത് എനിക്ക് കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം അകലയിലേക്ക് അത് പറന്നു. ഞാൻ അതിന്റെ പിന്നാലെ ഒരുപാട് ഓടി നബിയെ. അവസാനം കടൽ തിരമാല അലറി വിളിക്കുന്ന കടപ്പുറത്തേക്ക് പോയിട്ട് പിന്നെ ഞാൻ ആ പക്ഷിയെ കണ്ടില്ല. ആകാശത്തിന്റെ വിഹായസിലേക്ക് ആ പക്ഷി അപ്രത്യക്ഷമായി നബിയേ. എന്റെ മക്കള് യതീമല്ലേ, എനിക്ക് ഇനി ഇതിലും വലിയൊരു അധ്വാനമില്ല. ഇനി എത്ര കാലം ഞാൻ അധ്വാനിച്ചാലാ തൊട്ടടുത്ത ദിവസം നടക്കേണ്ട ആവശ്യത്തിലേക്ക് എത്താൻ എനിക്ക് കഴിയാ? അതിനുള്ള സമയപരിധിയോ ആരോഗ്യമോ മാനസികമായ തയ്യാറെടുപ്പോ എനിക്കില്ല. ഞാൻ തളർന്നു, ഞാൻ തകർന്നു. എന്റെ റബ്ബ് കാരുണ്യവാനാണോ? എന്റെ റബ്ബ് നീതിമാനാണോ? എന്റെ റബ്ബ് ക്രൂരനാണോ? ഈ പെണ്ണിന്റെ അലറി വിളിച്ചു പറയുന്ന ഈ വിലാപവാക്കിന്റെ മുന്നിൽ മനുഷ്യനായി പിറന്ന ഒരാൾ പതറുന്നു മറുപടി പറയാൻ. അള്ളാഹുവിന്റെ പ്രവാചകരിൽ പ്രമുഖനായ ദാവൂദ് നബിക്ക് മറുപടി പറയാൻ വാക്കുകളില്ലാതിരിക്കുമ്പോ മഹാനവറുകൾ പറയാൻ വ്യഗ്രതയിലേക്ക് വരുമ്പോ പെട്ടെന്ന് അകത്തേക്ക് കടന്നു വരാൻ അനുവാദം ചോദിച്ചു പുറത്തു നിന്നും ഡോറിലാരോ തട്ടുകയാ. പെണ്ണിന് മറുപടി കൊടുത്തില്ല. അപ്പോഴുണ്ട് ആ ഡോറില് ഇങ്ങനെ മുട്ടണോ. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരാൻ വേണ്ടി അനുവാദം കൊടുത്തു. അപ്പോ ഈ പെണ്ണായിട്ടുള്ള സംസാരം തീർന്നിട്ടില്ല. അവളവിടെ നിൽക്കണു. വന്നവരിത്തിരി പ്രമുഖനാണ്. കാഴ്ചയിൽ ഒരുപാട് പേരുണ്ട്. എണ്ണി നോക്കിയപ്പോ 10 പേരുണ്ട്. ഈ 10 പേര് അവരുടെ കയ്യിൽ ഓരോ പണക്കിഴിയുമായ വന്നിരിക്കുന്നത്. ആ പണക്കിഴിയുമായി അവര് വരുന്നു.
അവർ വന്നപ്പോ ദാവൂദ് നബി അലൈഹി സ്വലാം അവരോട് കടന്നു വരാൻ പറഞ്ഞു. ദാവൂദ് നബിയുടെ കാൽ ചുവട്ടിൽ 10 പേരും 10 പണക്കിഴി താഴെ വെച്ചു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവര് പറഞ്ഞു, ഞങ്ങൾ കച്ചവടക്കാരാ. ഞങ്ങളുടെ കച്ചവട ചരക്ക് കപ്പലിങ്ങനെ ആഴക്കടലിലൂടെ സഞ്ചരിച്ച പുറംകടലിൽ അപ്രതീക്ഷിതമായി വന്ന തിരമാലയിൽ കപ്പൽ ആടി ഉലഞ്ഞപ്പോ അപകടകരമായ ഒരു ദ്വാരം കപ്പലിന്റെ മുകളിലുണ്ട്. അവിടെ വെള്ളം ഇരച്ചു കയറാതിരിക്കാൻ അടച്ചു വെക്കാനുള്ള ഒന്നും ഞങ്ങൾക്കുണ്ടായില്ല. ഞങ്ങൾ കടലിൽ വെച്ച് ദുആ ചെയ്തു, പടച്ചോനെ ഈ ആപത്തിൽ ഞങ്ങൾ രക്ഷപ്പെട്ടാൽ കച്ചവട സംഘത്തിലെ ഓരോരുത്തരും 10 ദീനാർ എന്ന കണക്കിൽ ദാവൂദ് നബിയുടെ മുന്നിലെത്തിക്കാം. മഹാനവറുകൾ പാവപ്പെട്ട വിധവക്കും യതീമിനും അത് വിതരണം ചെയ്യാൻ ഞങ്ങൾ നേർച്ചയാക്കി എന്ന് കടലിന്റെ നടുവിൽ വെച്ച് ഞങ്ങൾ ദുആ ചെയ്തു നേർച്ചയാക്കി. പെട്ടെന്ന് ആ വിടവിൽ ഫിറ്റാകും വിധം ചുവന്ന തുണിക്കോന്തലയിൽ ചുറ്റിയ നൂലും കെട്ടുമായി ഒരു കിളി പറന്നു വന്നത് അവിടെ വെച്ചിട്ട് പോയി. നബിയേ, കടലിന്റെ നടുവിലും വിളിച്ചപ്പോൾ വിളിക്കുത്തരം തന്ന അല്ലാഹ് ഞങ്ങളെ രക്ഷപ്പെടുത്തി. ആ കാരുണ്യബോധം അവർക്ക് അല്ലാഹുവിനെ തിരിച്ചറിയാൻ, അവരുടെ മനസ്സിന്റെ കറ കളയാൻ, ആ മനസ്സിന്റെ കൽഭിത്തികൾ, ആ കന്മതിലുകൾ തച്ചു തകർക്കാൻ ഒറ്റ ചിന്ത അവരുടെ മനസ്സിന്റെ അകത്ത് വന്നപ്പോ ഉത്തരം പറയാൻ വാക്കുകളില്ലാതെ മഹാനായ ദാവൂദ് നബി തൊണ്ടയിടറി നിൽക്കുന്ന ആ ഇടത്തിൽ ഈ പെണ്ണിനുള്ള മറുപടി മൗനാവൃതമായ ആ നാൽക്കെട്ടിന്റെ അകത്തെ നിശബ്ദത മുഖരിതമായി നിൽക്കുമ്പോ പെണ്ണിന്റെ മനതകം നിറയും വിധത്തിലുള്ള ഒരു വലിയ മറുപടി വന്നു. പെണ്ണിനോട് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് എടുത്തോളാൻ പറഞ്ഞു. ആ പെണ്ണിനോട് ദാവൂദ് നബി അലൈഹിസ്സലാം അത് എടുത്തോളാൻ പറഞ്ഞു. മഹാനായ ദാവൂദ് നബി പറഞ്ഞു, ഈ കാണുന്ന പെണ്ണ് തന്നെയാണ് ഇതിന് അർഹതയുള്ളത്, അവർക്ക് കൊടുക്കണേ. ആ പെണ്ണത് സ്വീകരിക്കുന്നു, ആ പെണ്ണത് സ്വീകരിക്കുന്നു. എന്നിട്ടോ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, ആരാണ് എന്റെ റബ്ബെന്നറിയുമോ? നിന്റെ റബ്ബല്ല, ഞാൻ ബോധ്യമായി എന്റെ റബ്ബെന്ന് ഞാൻ വിളിക്കുന്ന എനിക്ക് ബോധ്യമായ എന്റെ തമ്പുരാൻ ആരാണെന്നറിയുമോ? റബ്ബി യത്തജിറു ലക്കി, നിനക്ക് വേണ്ടി കച്ചവടം ചെയ്ത തമ്പുരാനാ എന്റെ റബ്ബ്. ഫിൽ ബർരി, കരയിലും കച്ചവടം നടത്തി തന്നിട്ടുണ്ട്. വഫിൽ ബഹരി, കടലിലും അത് കച്ചവടം നടത്തി തന്നു. നിനക്ക് കിനാവ് കാണാൻ കഴിയാത്ത സാമ്പത്തികമായ ഒരു നേട്ടം ഈ ഒറ്റ ജോലി കൊണ്ട് നീ എത്ര നാളുകൾ ജോലി ചെയ്താലും ഇതുപോലെ കഷ്ടപ്പെട്ടാലും നിനക്ക് കിട്ടാത്തത് ആ റബ്ബിന്റെ മാർഗത്തിൽ നേർച്ചയാക്കി സ്വതഖയാക്കി ഇവിടെ കൊണ്ടുവന്ന ഇബാദത്തിന്റെ ലാഭക്കച്ചവടത്തിൽ നിനക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ആ പെണ്ണിന് 1000കണക്കിന് ദീനാർ കൊടുക്കുകയാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, റബ്ബ് എന്ന ബോധ്യപ്പെടൽ നമുക്ക് സാധ്യമാവാൻ പരിശുദ്ധ റമളാനിന്റെ ആദ്യത്തെ 3-1 വന്നിരിക്കുകയാ. ഇനി എപ്പോഴാ നമുക്ക് ബോധ്യപ്പെടാ? കൊറോണ വന്നുകൊണ്ട് ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ തീർത്തു പോയപ്പോ ആവർത്തിക്കാത്ത അനുഗ്രഹമായി നമ്മൾ റമളാനിനെ കണ്ടപ്പോ കരഞ്ഞു തീർത്തല്ലോ. 2 വർഷം നമുക്ക് പരിശുദ്ധ റമളാനിന്റെ നോമ്പെടുക്കാൻ കഴിയാതെ വന്ന സന്ദർഭങ്ങളിൽ അല്ലാഹു നമുക്ക് പിന്നെയും ഒരു വിശാലത നമ്മുടെ മുന്നിലേക്ക് കാഴ്ചവെക്കുമ്പോ ജീവിതം കൊണ്ട് നമ്മൾ പല നിലക്ക് തെറ്റ് ചെയ്തു പോയവരാ, അബദ്ധത്തിൽ പെട്ടുപോയവരാ, തകർന്നു പോയവരാ. ഈ റമളാൻ നമുക്ക് അല്ലാഹുവിൽ നിന്നും പലതും നേടാനുള്ളതാ. അവൻ സ്നേഹമുള്ളവനാ, അലിവുള്ളവനാ, കരുണയുള്ളവനാ, ആർദ്രതയുള്ളവനാ. അവന്റെ സ്നേഹത്തിന്റെ മുന്നിൽ ഉദാഹരിക്കാൻ പടപ്പുകളിൽ ഒന്നും തന്നെയില്ല. സൃഷ്ടിക്ക് ബോധ്യമാവാത്ത ഒരു ഇടത്തിലാണ് സൃഷ്ടാവിന്റെ കരുണയുള്ളത്. എന്നാലും ഈ റമളാനിന്റെ ആദ്യത്തെ 10 പറഞ്ഞത് സന്ദേശം, തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്, അള്ളാഹുവിന്റെ സ്വഭാവം കരുണയാ. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ പാഠമാക്കണേ.
ജീവിതത്തിന്റെ ഭാഗമാക്കണേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവേ നീ ഖബൂലാക്ക് തമ്പുരാനേ. ഒരു 3 സ്വലാത്തല്ലേ എഴുന്നേറ്റ് എന്നിട്ട് ദുആ ചെയ്ത് പിരിയാം ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ ഖബൂലാക്ക് തമ്പുരാനേ. പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്ക് അല്ലാഹ്. അറിഞ്ഞു ചെയ്ത് അറിയാതെ ചെയ്ത് രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്ക് അല്ലാഹ്. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഹൃദയത്തിൽ ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. തമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന അബദ്ധങ്ങൾ മുഴുവനും ഞങ്ങൾ മറന്നു. നിന്റെ അടുക്കൽ രേഖയാ നീ കരുണ ചെയ്യണേ അല്ലാഹ്. പൊറുക്കണേ അല്ലാഹ്. പരകോടി സൃഷ്ടികൾക്ക് നരകമോചനം കൊടുത്ത് സ്വർഗം ഉറപ്പുവരുത്തുമ്പോ അല്ലാഹുവേ നിന്റെ നരകമോചിതരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഈ വർഷത്തെ ഹജ്ജ് ഉംറ സിയാറ ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാഹ്. പോവാൻ ഉദ്ദേശിച്ചവർക്ക് എളുപ്പമാക്കുക അല്ലാഹ്. അല്ലാഹുവേ ഈ സദസ്സിൽ പങ്കെടുക്കുന്ന സഹോദരിമാർക്ക് ആഫിയത്ത് നൽകുക അല്ലാഹ്. ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഇവിടുത്തെ യുവജന സംഘത്തിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ, അവർക്ക് നേതൃത്വം നൽകുന്ന മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ അടക്കമുള്ള പ്രിയപ്പെട്ട ഗുരുനാഥനടക്കമുള്ള എല്ലാ മാന്യദേഹങ്ങൾക്കും അല്ലാഹുവേ നീ 2 ലോകത്തിന്റെയും സന്തോഷം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇവിടെ കൂടിയ എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹൈസുലാക്കണേ അല്ലാഹ്. കടങ്ങളുണ്ട് റബ്ബേ, ലോണിൽ കുടുങ്ങിയവരുണ്ട് റബ്ബേ, പലിശക്കടിയിൽപ്പെട്ടവരുണ്ട് റബ്ബേ, നീ കരകേറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങൾ നീ തന്നതാ അല്ലാഹ്. നീ കരകേറ്റണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബർ സ്വർഗമാക്കുക അല്ലാഹ്. റബ്ബേ ഏത് സദസ്സിൽ ചെന്നാലും ദുആ ചെയ്യണമെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടുള്ള ഒരുപാട് പാവങ്ങളുണ്ട് അല്ലാഹുവേ. ഞങ്ങൾ വിട്ടുപോയാലും ഞങ്ങളുടെ ദുആഇന്റെ സുകൃതത്തിൽ അവരെയും നീ ചേർക്കണമല്ലാ. ഈ മഹല്ലിൽ അഭിവൃദ്ധി നൽകുക അല്ലാഹ്. അല്ലാഹുവേ ദീനിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹല്ലാക്കണേ അല്ലാഹ്. ഇവിടെയും ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും റബ്ബേ നോമ്പ് തുറയുടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും ഖൈർ കൊടുക്കുക അല്ലാഹ്. ലോകത്ത് നടക്കുന്ന ചാരിറ്റിയുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ കൊറോണ പോലെയുള്ളത് ലോകത്ത് ആവർത്തിക്കല്ല അല്ലാഹ്. ഖിയാമത്ത് നാൾ വരെ ഇന്ത്യ രാജ്യത്തെ മതസ്വാതന്ത്ര്യം നീ നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഇൽമിൽ ബർക്കത്ത് നൽകുക അല്ലാഹ്. ഞങ്ങൾക്ക് ഒരു അലിഫ് പറഞ്ഞു തന്നാലും റബ്ബേ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് വലിയ മനുഷ്യന്മാരുണ്ട് അല്ലാഹുവേ. പഠിക്കുന്ന കാലം ഭക്ഷണം തന്നവരുണ്ട്. എല്ലാവർക്കും നീ റബ്ബേ ഖൈറും ബറക്കത്തും ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാഹ്. അല്ലാഹുവേ പ്രവാസം കഴിഞ്ഞ് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ കുറെ രോഗങ്ങൾ മാത്രം ബാക്കി, കടബാധ്യതകൾ റബ്ബേ, ഗുളിക കൂമ്പാരത്തിന്റെ ഇടയിൽ കഴിയുന്ന ജീവിതങ്ങൾ റഹ്മാനെ ഞങ്ങളുടെ പ്രവാസികൾക്ക് ഖൈർ നൽകുക അല്ലാഹ്. ബറക്കത്ത് നൽകുക അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.